ശ്രീവാച്ചൻ വന്നു. അവന്റെ വരവുണ്ടോ? യാതൊരു കൂസലും ഇല്ലാതെ നാട്ടിലുള്ള പിള്ളേരോടെല്ലാം കൂട്ടുകൂടി അതും ഇതും എന്നെ പഠിച്ചു വെച്ചിട്ട് ബാക്കിയുള്ളവർക്ക് പുറത്തിറങ്ങി നടക്കാൻ മേലാത്ത അവസ്ഥയായി. ഇവനൊക്കെ എന്താണോ ചെയ്യുന്നത്? മതി. അമ്മച്ചി അവനെ തല കയറ്റി വെച്ചോ. ഞാനും കൂടെ വന്ന പിള്ളേരെല്ലാം തിരിച്ചു പോയി. അമ്മച്ചിക്ക് അതിന് യാതൊരു കുഴപ്പമില്ലല്ലോ. പാടിട്ടീനെ പാടാ. മതി വിഷമിച്ചത്. മോൻ പോയി വല്ലതും കഴിച്ച് കിടക്കാൻ നോക്ക്. വിശപ്പില്ല അമ്മച്ചി, എനിക്കൊന്ന് കുളിച്ചാ മതി. വേളാങ്കണ്ണി മതമാണ്, 7 ദിവസം പുണ്യാളാണ് സത്യം. ഞാൻ ഇനി അങ്ങോട്ട് പോകണമില്ല, തുടരുമില്ല. അതോടെ പ്രശ്നം തീരുമില്ല. അല്ലെങ്കിൽ വേണ്ട, പോയി മാപ്പി വെച്ചാലോ? നിക്കടാ അവിടെ. നീ എങ്ങോട്ടാ പോണേ? ആ മുറിക്കത്തോട്ടെങ്ങാനും കയറിയ നിന്റെ മുട്ടുകാലി ഞാൻ തല്ലി ഓടിക്കും. നീ എന്റെ മുറി പോയി കിടന്നാ മതി. ചെല്ല്, പോ ചെല്ല്. പൊറുക്കാൻ പറ്റാത്ത തെറ്റാ എൻ്റെ മോൻ ചെയ്തതെന്ന് അമ്മച്ചിക്കറിയാം. മോളുടെ വിഷമം എന്താണെന്നും അമ്മച്ചിക്കറിയാം. 3-4 പെമ്മക്കളെ പറ്റി വളർത്തിയുള്ള ഞാൻ എൻ്റെ മോന് വേണ്ടി ഞാൻ മോളോട് ക്ഷമ ചോദിക്കുക. മോള് കിടന്നു. ആട്ടുകാര് പറഞ്ഞ പോലെ ഒന്നുമില്ലെന്നേ. ഞാനാ പൊട്ടനാണ്. പൊട്ടനൊന്നും അല്ല, ലേശം പൂസായിരുന്നു. എന്റെ പൊന്നടാവേ. തൈ മരത്തിൽ ആരെങ്കിലും സ്ലോട്ടർ ഇട്ടോടാവേ. നീ കറി മുടി വെച്ചായിരുന്നു? അമ്മയല്ലേ രണ്ടാമത് പറഞ്ഞത്. അമ്മച്ചി കൊച്ചെന്തിയേ? അകത്തുണ്ട്. ഡി, നീ വല്ല സംസാരിച്ചായിരുന്നോ? ഓ, ഞാൻ എന്നെ സംസാരിക്കാനാ ചേച്ചി. രാവിലെ കാപ്പി കൊണ്ട് കൊടുത്തു, അതെങ്ങും കുടിച്ചില്ല. നീ അകത്തോട്ട് ചെന്നേ. നീ ഇതൊന്ന് പിടിച്ച്, ഞാൻ പോയി നോക്കിയിട്ട് വരട്ടെ. നീ വല്ലതും കഴിച്ചായിരുന്നോടി? ആ, എഴുന്നേക്കണ്ട, മോളിരുന്നോ. കഴിച്ചായിരുന്നോ? മോള് വിഷമിക്കണ്ട കേട്ടോ. വരുന്ന വഴി ഞാൻ കുട്ടായിയെ കണ്ടായിരുന്നു. അവൻ്റെ മുഖത്ത് നോക്കി 1-2 വർത്തമാനം ഞാൻ അങ്ങ് പറഞ്ഞു. ഒരക്ഷരം വേണ്ടിയില്ലല്ലോ അവൻ. ഈ കുടുംബത്ത് അവന് പേടിയുണ്ടല്ലേ, അതെന്നെ മാത്രമേ ഉള്ളൂ. മോളെ, അമ്മച്ചി ധ്യാനത്തിന് പോവാണേ. മോക്ക് കൂട്ടിന് ലില്ലിയുണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ലില്ലിയോട് പറഞ്ഞാൽ മതിയേ. അമ്മച്ചി പോയിട്ട് പാടി പോയിട്ട് വരട്ടെ. അയ്യോ, അതിന്നലെ നമ്മളെ വർത്താനം പറഞ്ഞിരുന്ന പാറയുടെ ചോട്ടില, എടുക്കാൻ മറന്നുപോയി. ആ മോളെ, ഞാനിപ്പോ വരാവേ. ഇത്ര പ്രായമായിട്ട് നമ്മുടെ കുട്ടായിക്ക് 10 പൈസയുടെ വരുന്നു. എന്ത് കഷ്ടമല്ലേ. ഇന്നത്തെ കാലത്ത് ഇതൊക്കെ അറിയാൻ വേണ്ടാത്ത ആരെങ്കിലും ഉണ്ടോ? ഇത്തിരി പോകുന്ന പിള്ളേർക്ക് വരട്ടെ. സ്ലീവാച്ചിനെ കുറ്റം വേണ്ട വല്ല കാര്യമുണ്ടോ?
ഒട്ടുമിക്ക വീടുകളിലും ഇത് തന്നെയാണ് അവസ്ഥ. പിന്നെ ആരും ബോധം കെടുന്നില്ലെന്ന് മാത്രം. നേരെയടി ശാന്തേ, ഈ ആണുങ്ങൾക്ക് അവരുടെ കാര്യം മാത്രം. എനിക്കും ഉണ്ട് 2-3 പിള്ളേർ. അതെങ്ങനെ ഉണ്ടായെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. ഇതൊന്നും ആ ശശിചേട്ടൻ കേൾക്കണ്ട കേട്ടോ. ഡേ, ആ കൊച്ചിൻ്റെ മുമ്പ് വെച്ച് അവനെ കുറ്റമൊന്നും പറഞ്ഞേ. അതിന് ഞാൻ എന്നാ പറഞ്ഞെന്നോ? ഇതെങ്ങനെയും ഒന്ന് ശരിയാക്കി എടുക്കണ്ടേ? നിന്റെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് പറഞ്ഞതാ. ആ പിന്നെ അയ്യോ, മോളൊന്നും കഴിച്ചില്ലേ? അമ്മച്ചീനെ വീട്ടിൽ കൊണ്ടാക്കൂ, എനിക്ക് വയ്യ അമ്മച്ചി. കരയല്ലേ മോളെ, ഈ അവസ്ഥയിൽ മോള് പോകരുത്. ഞങ്ങൾ തകർന്നു പോകും. ഡാനും ഒന്ന് കഴിഞ്ഞോട്ടെ മക്കളെ. അമ്മച്ചി ഉണ്ടാക്കാം. ഇവിടെ നടന്ന എന്താണെന്ന് അമ്മച്ചി വീട്ടുകാരോട് പറയാം. കരയല്ലേ മോളിഞ്ഞ അവന്റെ കാര്യം ഓർത്തിട്ടാണെങ്കിൽ അവന്റെ ഭാഗത്തുനിന്ന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ലെന്ന് ഞാൻ ഉറപ്പ് തരാം. മോള് വാ, എല്ലാം കഴിക്കാം. വാ മോള് വാ. എന്തോ നീ ആ കൊച്ചിന്റെ അടുത്ത് വല്ല ശല്യത്തിനും ചെന്നായിരുന്നോ? ഇല്ല. പിന്നെ അവൾ അവിടെ എന്തിനാ കരഞ്ഞോണ്ടിരിക്കുന്നത്? എനിക്കറിയാൻ പാടില്ല. ഞാൻ ആ പരിസരത്തേക്ക് പോയിട്ടില്ല കേട്ടോ. പിന്നെ നീ ഇവിടെ എന്നെ എടുക്കുമായിരുന്നടാ? ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. നീ ആ കൊച്ചിനോട് വല്ലതും മിണ്ടിയോ? അമ്മച്ചിയല്ലേ പറഞ്ഞ ആ കൊച്ചിനോട് വല്ലതും മിണ്ടാ എന്റെ മുട്ടുകാലും എല്ലാം പിടിക്കുന്നു. നീ ഇങ്ങോട്ട് ഇറങ്ങി വന്നേടാ, ഇങ്ങോട്ട് ഇറങ്ങി വരാ. എൻ്റെ പൊന്നു ദൈവമേ, ഈ കന്നാലിയുടെ ബോധം പോലും ഇല്ലല്ലോ എൻ്റെ മോന്. എടാ, അടുത്തേക്ക് ചെയ്തതെന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസത്തേക്ക് ആ കൊച്ചിൻ്റെ ഒക്കെ മാറി കിടക്കണമെന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അല്ലാതെ അവളോട് മിണ്ടരുന്ന് ഞാൻ പറഞ്ഞോടാ? എൻ്റെ ദൈവമേ, നീ എന്നാടാ ഇതൊക്കെ ഒന്ന് പഠിക്കുന്നത്? എന്നാ പിന്നെ അമ്മച്ചി പറഞ്ഞു ഞാൻ ഇനി എന്നാ ചെയ്യേണ്ടത്? എൻ്റെ മോനെല്ലാം ഒന്ന് കണ്ടറിഞ്ഞ് ചെയ്യണം. അമ്മച്ചിനെ എത്ര നാളുണ്ടാകാനാ? ദേ, അവസാന കാലത്ത് ഇച്ചിരി വെള്ളം തരാൻ ആ കൊച്ചിനെ നിനക്കുണ്ടാവും. ഡാ, ഇത് തല്ലിപ്പടിപ്പിക്കേണ്ട കാര്യം വല്ലതും ആണോ? ഏത് നേരത്താണ്? ഡാ, ദേ അമ്മച്ചി, അവൻ പോകുന്ന പോക്കണ്ടില്ലേ? അവനെല്ലാം നിസ്സാരോ. ദൈവത്തെ ഓർത്ത് നീ ഒന്നും മിണ്ടാതിരി എന്നെ. വന്നു വല്ലതും കഴിക്ക, എടുത്തു വെച്ചിരിക്കുക. ഇങ്ങോട്ട് ചേർന്നിരിയടാ. ഇന്നത്തെ അച്ഛൻ്റെ പ്രസംഗം ഒന്ന് കേൾക്കേണ്ടതായിരുന്നു. കുടുംബ നവീകരണത്തെക്കുറിച്ച്. എന്നാ ഒരു അനുഗ്രഹമായിരുന്നു. അമ്മച്ചി ഇരിക്കാം അമ്മച്ചി, ഞാൻ വിളമ്പിക്കോളാം. വേണ്ട മോളെ, അമ്മച്ചിക്ക് ഉപവാസമാണ്. മോനെടുത്ത് കഴിച്ചോളുമല്ലോ. അമ്മച്ചി പോയി കിടക്കട്ടെ. കഴിഞ്ഞ ദിവസം സംഭവിച്ചത് താനത്ര വലിയ വിഷയമായിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പറ്റുവാണെങ്കിൽ അതങ്ങ് വിട്ടായിരുന്നേ. അല്ല, ഇയാളെ ശരിക്കും ഇഷ്ടപ്പെട്ടിട്ടാണോ കല്യാണം കഴിച്ചത്? ഇതുവരെ എന്നോട് മര്യാദയ്ക്കൊന്ന് സംസാരിച്ചിട്ടുണ്ടോ? കുറച്ചു നേരം എന്റെ കൂടെ ഒന്ന് ഇരുന്നുണ്ടോ? എങ്ങനെ ചെയ്യാൻ തോന്നി ആൾക്ക് എന്നോട് ഇങ്ങനെ? പറ. അമ്മച്ചി
അമ്മച്ചി ഞാനും വരണ്ട് ധ്യാനത്തിന്. നല്ല കാര്യം. മോള് പോയി ഒരുങ്ങി, നമുക്കൊരുമിച്ച് പോവാം. എന്നാ കൊച്ചിനെയും കൊണ്ട് നടന്നു പോകണ്ട അമ്മച്ചി. ശ്രീവാച്ചനെ വിളിച്ചാ വണ്ടിക്ക് അങ്ങ് പോകാമല്ലോ. ഞാൻ വരണോ അമ്മച്ചി? സിറ്റിയിൽ നിന്ന് ഒരു ഓട്ടോ വിളിച്ച് വിട്ടാ പോരെ? ഞാൻ പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. ശരി. മോളങ്ങോട്ട് കയറും. അമ്മച്ചി കൂടി. ഞാൻ കയറും. അതെ, കാലത്തൊരു ഇച്ചിരി മാറ്റാവോ? ഗിയറൊന്നും താനെ. കുടുംബം കൊണ്ടുപോകുന്നതെന്ന് നമ്മെ പഠിപ്പിച്ചു വരുന്നുണ്ട്. സമൂഹത്തിൽ മാതൃകാ കുടുംബ ജീവിതത്തിന്റെ പ്രസക്തി മലമുഴക്കി വേഴാമ്പലിന്റെ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഞാൻ ഇല്ല അമ്മച്ചി. ഞാനും കൂടിയിട്ട് പോകാന്ന്. ആ കൊച്ചു പോകുന്ന കണ്ടോ? എന്നാ വണ്ടി ഇട്ടിച്ചു വരാം. അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ നാം വളർത്തുന്നതായ നമ്മുടെ മൃഗങ്ങൾ, പക്ഷികൾ എന്നിവയിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ മലമുഴക്കി വേഴാമ്പൽ. എന്തുകൊണ്ടെന്നാൽ അത് കുടുംബജീവിതം ഭദ്രമായിട്ടും സന്തോഷകരമായിട്ടും കൊണ്ടുപോകുന്നു. പെൺവേഴാമ്പൽ മുട്ടയിട്ട് അടയിരിക്കുമ്പോൾ പൂവൽ പൊഴിച്ച് എടാ ശ്രീവാച്ച, നിന്റെ ആക്രാന്തൊക്കെ മാറിയോടാ? നക്തമാരെ ഞാൻ പറഞ്ഞു വന്നത് മലമുഴക്കി വേഴാമ്പൽ. നീ എങ്ങോട്ടേക്ക് പോകുന്നേ? ഞാൻ പോവാ. എന്നെ കൊണ്ട് വയ്യ ഇങ്ങനെ കോമാളി വേണം. എടാ, നിനക്ക് ചെറിയൊരു കയ്യോത്തം പറ്റിയെന്ന് പറഞ്ഞ് നീ എന്നെ എത്രയെങ്കിലും എണ്ണപ്പെടുന്നത്? ഇത് നിനക്ക് മാത്രം പറ്റുന്ന കേസല്ലെന്നേ. നിനക്കറിയോ, അവിടെ ആ പാറക്കുടിയിൽ ജോസ് കുട്ടിയുടെ പെങ്ങളാ മിണ്ടാ പൂച്ചായിട്ടിരുന്ന പെണ്ണ് സോണി, അവളുടെ കല്യാണം കഴിഞ്ഞായിരുന്നു. അവളിപ്പോൾ കേസും കൂട്ടുമായിട്ട് വീട്ടിൽ വന്നിരിക്കുക. കാരണം തന്നെ ഭർത്താവിന്റെ അമിത ലൈംഗിക പീഡനം. അതിന് ഞാൻ അതൊന്നും വിചാരിച്ച ചെയ്തല്ല. അതല്ലടാ, എടാ ആ കാര്യം നാട്ടിൽ ചുടുവും ചൂലും അറിഞ്ഞിട്ടില്ല. പക്ഷെ ഇതറിയും. നിന്നെ 10 പേര് അറിയുന്നോണ്ട് നാട്ടുകാരിങ്ങനെ പലതും പറഞ്ഞുകൊണ്ടെടുക്കും. അതിന് നിനക്കല്ല യാതം അല്ലേ അച്ചോ? സിൽവാച്ച ഇങ്ങ് വന്നേ. ഇത് നല്ല കളി. എടാ, നീ അന്ന് എൻ്റെ മുമ്പിൽ കുമ്പസാരിക്കാൻ വന്നപ്പോൾ ഈ കാര്യത്തിന് ഇത്ര പിഞ്ചാണെന്നുള്ള കാര്യം എനിക്ക് അറിയില്ല. എടാ, ഞാൻ നിന്നെ കുറ്റപ്പെടുത്തിയതല്ല, ഞാൻ അത്ര കാര്യമായിട്ട് എടുത്തില്ല. നല്ലൊരു കൗൺസിലിംഗ് നിനക്കുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല. എൻ്റെ കുറ്റമാണ്, ഞാൻ ക്ഷമ വയ്ക്കണം. നമ്മുടെ പള്ളിയിൽ ഈ ധ്യാനം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ഫാമിലി കൗൺസിലിംഗ് നമ്മുടെ പള്ളിയിൽ വെച്ചിട്ടുണ്ട്. നല്ല ഫേമസ് അച്ഛനാണ് വരുന്നത്, എബി പുത്തുമുറിക്കൽ അച്ഛൻ. നീയും റിൻസിമോളും അതൊന്ന് അറ്റൻഡ് ചെയ്യും.